നമസ്കാരം. CK വിഷൻ ചാനലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ രാഷ്ട്രീയ പ്രമേയങ്ങളാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ആ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ അംഗങ്ങൾ അത് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം BJP CPM ഇവർ തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് മൊത്തത്തിൽ നിലനിൽപ്പുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത് ബഹിഷ്കരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ വിശദമായി ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമ്മളോടൊപ്പം പള്ളിച്ചൽ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ കൂടിയായ ശ്രീമാൻ പള്ളിച്ചൽ സതീഷ് നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ഒന്ന് ചോദിക്കാം. നമസ്കാരം. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ BJPയും CPMും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് ഇന്ന് നടക്കുകയുണ്ടായി. ഇവിടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ BJP ജയിച്ചിട്ടുള്ള വാർഡുകളിൽ മാർക്സിസ്റ്റ് പാർട്ടി 3ാം സ്ഥാനത്താണ് പല വാർഡുകളിലും എത്തിയിട്ടുള്ളത്. അത് ഒരു വോട്ടിംഗ് നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്. വോട്ടിംഗ് നിലവാരം എന്ന് പറഞ്ഞാൽ അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് BJP കൊടുത്തു എന്നതിന്റെ തെളിവല്ലേ? അതെ. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ വാർഡുകളിൽ ആധിപത്യം പുലർത്തിയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി 3ാം സ്ഥാനത്തെത്തുകയും അവിടെ BJP മഹാഭൂരിപക്ഷത്തിലേക്ക് ജയിക്കുന്ന ഒരു അവസ്ഥ വന്നതിന്റെ നമുക്കറിയാം അതിന്റെ എന്താണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? BJPക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്നതല്ലേ അല്ലേ തെളിവ്? ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചു നോക്കി അറിയാം. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ 24 മെമ്പർമാരാണുള്ളത്. 24 അംഗങ്ങളുള്ള ഒരു ഭരണസമിതിയാണ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഇതിൽ 12 പേര് LDFും 6 പേര് UDFും 6 പേര് BJPയുമാണ്. സ്വാഭാവികമായും 12 അംഗങ്ങളുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്താം എന്നിരിക്കെ അതായത് 12 അംഗങ്ങളുള്ള LDFിന്റെ ഭരണ സംവിധാനം 5 വർഷവും നിലനിർത്താൻ വേണ്ടി BJPക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറിച്ചു കൊടുത്തു എന്നതിന്റെ തെളിവാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ്. ഇത് താങ്കളുടെ മാത്രം ഒരു അഭിപ്രായമാണോ? കോൺഗ്രസിൽ ഇപ്പൊ ജയിച്ചു വന്ന എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണുള്ളത്? അല്ല, ഇത് നമുക്ക് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. 12 അംഗങ്ങളുള്ള മാർക്സിസ്റ്റ് പാർട്ടി 6 അംഗങ്ങളുള്ള BJPക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ വ്യക്തമായിട്ട് പറയാം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കോൺഗ്രസിന്റെ അംഗങ്ങൾ 3 വീതം മത്സരിച്ചു. BJPക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മത്സരിക്കുവാനുള്ള ഒരു അവസരം അവരുണ്ടായി കൊടുത്തു. 3 പേര് വീതം മത്സരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മാർക്സിസ്റ്റ് പാർട്ടി അതിനാവശ്യമുള്ള അംഗങ്ങളിടാതെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവിടെ 4 അംഗങ്ങളെ ഉൾപ്പെടുത്തുകയും BJPയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരാളെ, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഒരംഗത്തിന് മാത്രം കൊടുത്ത് 4 പേരെയും വിജയിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരൊറ്റ കാരണം കൊണ്ടാണോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത്? കോൺഗ്രസ് മാത്രമല്ല, കേരള കോൺഗ്രസ്, അവരുടെ ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് CM. അവര് പോലും ഇതിനകത്ത് മാറ്റി അവർക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അയാൾക്ക് പോലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുക്കാതെ, ആ അംഗത്തിന് പോലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആ മുന്നണിയിൽ ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ആ ഒരു അംഗത്തിന് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും കൊടുക്കാതെ BJPക്ക് മറിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയാണ് മാർക്സിസ്റ്റ് പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനു മുമ്പും ഇവർ തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് താങ്കളുടെ നമുക്കറിയാം. സംസ്ഥാന തലങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അറിയാം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP ആഹ്വാനം ചെയ്ത ആ വാക്യം അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. CPM ആണ് കോൺഗ്രസ് മുക്ത കേരളം എന്ന് BJPയുമായി കൂട്ടുപിടിച്ച് നടത്തുന്ന ഒരു പദ്ധതി. ഇവിടെ തൊട്ടടുത്ത പഞ്ചായത്താണ് ബാലരാമപുരം പഞ്ചായത്ത്. ആ ബാലരാമപുരം പഞ്ചായത്തില് മാർക്സിസ്റ്റ് പാർട്ടി STPയുമായി ധാരണയുണ്ടായി.
ഇവിടെ BJP-യുമായി ധാരണയുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ആ കോൺഗ്രസിന്റെ ആദർശങ്ങളെ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് അതിന് വിരുദ്ധമായി വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം പങ്കിടുകയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പ്രവർത്തകൻ എന്നേ പറയാൻ പറ്റുള്ളൂ, ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രവർത്തകൻ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം? അല്ല, ഇവിടെ ഒരു 4 മാസത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അതെ. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP-യും മാർക്സിസ്റ്റ് പാർട്ടിയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒരല്പം മേൽക്കൈമയുണ്ടായി. പക്ഷെ ഇവിടെ നടന്ന ഈ അന്തർധാര മാർക്സിസ്റ്റ് പാർട്ടിയെ BJP-യെ സഹായിക്കാനാണോ, BJP മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കാനാണോ എന്നുള്ള കാര്യം നമുക്ക് ഈ കാര്യങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോ ഇത് വെറുതെ ഒരു ആരോപണം മാത്രമല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തമായ തെളിവുകൾ. 3 വെച്ച് മത്സരിക്കേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ 12 വോട്ട് BJP-ക്ക് 4 പേര് മത്സരിച്ചാൽ 4, 5 അല്ലെങ്കിൽ ഒരാൾക്ക് 2 വോട്ടും പോയിട്ട് ബാക്കി 4 വോട്ടുകൾ മാത്രമാണ് BJP-ക്ക് ഒരു അംഗത്തിന് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇവിടെ 3 അംഗങ്ങളെ മാത്രം ജയിപ്പിക്കാൻ 4 വോട്ട് വീതം, അതായത് 12 വോട്ടുള്ള ഈ മാർക്സിസ്റ്റ് പാർട്ടി കേവലം 6 വോട്ടുകൾ മാത്രമുള്ള BJP-ക്ക് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിലാണ് ഈ ബന്ധം ആരോപിക്കുന്നത്. അതെ, അത് ബന്ധമല്ലല്ലോ, സ്പഷ്ടമായ കാര്യമല്ലേ. അതാണ് താങ്കളുടെ ഒരു ആരോപണം എന്ന് പറയുന്നത്. ആരോപണം എന്നല്ല അതിന്റെ അർത്ഥം. നടന്ന സംഭവമാണ് ഇത്. അല്ലെങ്കിൽ തരം താഴ്ത്തുക ഈ ഒരു നമ്മുടെ രാജ്യം ഇതുപോലുള്ള അല്ലെങ്കിൽ CPM പോലുള്ള സംഘടനകൾ, വർഗീയതയ്ക്കെതിരെ പോരാടേണ്ട ഈ പ്രസ്ഥാനങ്ങൾ ഇന്ന് BJP-യെക്കാളും വർഗീയ സംവിധാനത്തിലേക്കാണ് മാർക്സിസ്റ്റ്. CPM-ന്റെ ഒരു പൊതുസ്വഭാവം അനുസരിച്ച് അവരിപ്പോ വർഗീയതയിലേക്ക് കുറച്ച് നീങ്ങിയിട്ടുണ്ടോ എന്നൊരു ബലമായ സംശയമുണ്ട്. പിന്നെ BJP പൊതുവെ പറയപ്പെടുന്നത് ഒരു വർഗീയ കക്ഷിയാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് പോകുന്നില്ല. ഇപ്പൊ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലുണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചത്. ഇനി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്തായാലും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, ഒരു ശക്തമായ നിലപാട്. അതെന്താണ് നമ്മുടെ പൊതുജനത്തിന്റെ മുമ്പിൽ? അതൊന്ന് അറിയിച്ചാൽ കൊള്ളാമായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാലഘട്ടങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ മതേതരത്വം എന്ന ആശയം സംഭാവന ചെയ്ത ഒരു മഹാപ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ മതേതരത്തിന് പല കാലഘട്ടങ്ങളിലും ഇപ്പോൾ കുറച്ച് വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും അതൊക്കെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മതേതരത്വവും ജനാധിപത്യവും സംവിധാനത്തെ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട CPM പോലുള്ള പാർട്ടികൾ ഇന്ന് വർഗീയതയിലോട്ട് അല്ലെങ്കിൽ വർഗീയതയെ അധികാരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നമ്മുടെ നാടിന് ആപത്താണ്. നമ്മുടെ രാജ്യത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ ശക്തികളോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത് നടത്തുന്നത്. ഇപ്പൊ ഈ വീഡിയോയിലൂടെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, അതായത് CPM BJP ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും അതിനനുസരിച്ച് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടായാൽ തന്നെ നമുക്കതിനകത്ത് അതിശയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഈ ബന്ധം തിരിച്ചറിയുന്നതിനും അതിനെതിരെ പ്രതികരിക്കുന്നതിനും ഇന്ന് ശ്രീമാൻ പള്ളിച്ചൽ സതീഷ് പ്രതികരിച്ചതുപോലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും പ്രതികരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്നത വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ശ്രീമാൻ പള്ളിച്ചൽ സതീഷ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് അദ്ദേഹത്തിന് 1000 നന്ദി പറയുകയാണ്. നമസ്കാരം.